ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാവ് കുഴയ്ക്കുകയോ പരത്തുകയൊന്നും വേണ്ടാതെ ബ്രെഡ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്ക് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പുറമേ വളരെ ക്രിസ്പിയും ആകും, നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ഇട്ട് തരിക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനൊരു പാനിൽ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് രണ്ടും കൂടെ 1 മിനിറ്റ്, ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതി. കൂടുതലൊന്നും വഴറ്റിയെടുക്കണ്ട. ഇതിലേക്ക് വേണ്ടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കകത്ത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അധികം നേരമൊന്നും വഴറ്റണ്ട. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കമാണെങ്കിൽ ഒന്ന്, വലുതാണെങ്കിൽ പകുതി അരി, അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം അധികം വെന്ത് പോവണ്ട. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സാണ് മുളക് ക്രഷ് ചെയ്തെടുത്തേണത്. പിന്നെ ഒറിഗാനോ 1 ടീസ്പൂൺ നിങ്ങളെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, അതുകൂടെ ഒന്ന് പച്ചമണം മറന്നു വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല. അത് ഉള്ളി നമ്മൾ സവാള വഴറ്റിയപ്പോൾ ചേർക്കാനുള്ളതായിരുന്നു. ഇനി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ അങ്ങനെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കുക. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെയൊക്കെ ചേർത്ത് വേവിച്ചെടുത്ത് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അതുകൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മയണൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മയണൈസ് ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ ഫില്ലിങ്ങിനുള്ള നല്ല ഒരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇനി അത് മുക്കി പൊരിക്കാനായിട്ട് ഇത് കോട്ട് ചെയ്തിന് തയ്യാറാക്കണം. അതിന് 4 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടെ മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സാണ് മുളക് ക്രഷ് ചെയ്തെടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ലൂസ് ബാറ്ററായിട്ട് നമുക്ക് തയ്യാറാക്കണം. ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇത് ബ്രെഡ് ക്രംസാണ്. അതിന് ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് ഇവിടെ ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങളുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു ബ്രെഡ് വെച്ച് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ്ങും തയ്യാറാക്കിയത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസാണ്, ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ചീസാണിത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു ബ്രെഡ് അംഗവൈകല്യം വന്നൊരു ബ്രെഡാണ്. കണ്ടില്ലേ, സൈഡ് കോണിയിരിക്കുന്ന. അതുകൊണ്ട് നമ്മളെ ഇത് പലഹാരം ഇതേപോലെ, സ്നാക്സ് ഇതേപോലെ ഒന്ന് കോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ ബ്രെഡാണ് കിട്ടിയത്. അതിൽ ഡിപ്പ് ചെയ്തിട്ട് മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. ഇതേപോലെ 4 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നുവെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഇതിനെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്കിത്
ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓൾ എന്ന ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇത് നല്ല ക്രിസ്പി ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റാം. ബാക്കിയും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പി ആകും, നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.